റയീസുൽ മുഹഖിഖീൻ എന്ന സാത്വികനായ മഹാപണ്ഡിതൻ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല. പരാജയപ്പെട്ടാൽ കന്യാസ്ത്രീ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറയാനാകുമോ? ആത്മീയത പരാജയപ്പെടുമോ? ആ മഹാനായ മനുഷ്യൻ അത്തരമൊരു ആഹ്വാനം ചെയ്താൽ കേരളം മുഴുവൻ അത് ഏറ്റെടുക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്തുത്താദിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് 100% മുസ്ലിം സമൂഹത്തോട് ചെയ്ത ക്രൂര വിനോദമാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, അതിനെ തുടർന്ന് അവർ പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ വളരെ വ്യക്തമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നിലധികം പത്രങ്ങൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കൊണ്ടു നടന്ന് വിതരണം ചെയ്തു. എല്ലാ വീടുകളിലും. ഇത് ഗ്രാമങ്ങളിലേക്ക് വരെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശമാണിപ്പോ. അവരെ വിശ്വസിച്ചു നിൽക്കുന്ന, അവർ ഇത്രമാത്രം അപകടകാരികളല്ലെന്ന് കരുതി നിൽക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരെ മഹല്ലത്തിൽ നിർത്തിക്കൊണ്ട് താനൊരുക്കുന്ന ആളുകളുണ്ട്. അവർക്കതിന് അവസരം കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു ഇലക്ഷൻ വന്നപ്പോൾ സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ക്രൂരത നോക്കൂ നിങ്ങൾ. അവരുടെ അമിതമായ ആവേശം നോക്കൂ നിങ്ങൾ. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ചിത്രം മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച പത്രമാണ് മുഖപത്രം. ഈ മുഖപത്രത്തിന് 1-ാം പേജിൽ ഹെഡ് നോക്കൂ. ഡോക്ടർ രണ്ടത്താണി 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന സ്വപ്നാണത്. പത്രത ഡോക്ടർ രണ്ടത്താണി 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇത് അവരെ പത്രങ്ങളിൽ എന്താ തെളിവ്? പാർലമെന്റ് ലേഖനമാണ് ഇതിൽ ബഹുഭൂരിപക്ഷം ഉള്ളത്. അവരാ പ്രസിദ്ധീകരിച്ചത്. അവരെ മുത്താലിമികളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ജയിക്കുന്ന ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ എല്ലാ സ്ഥലത്തും, റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം വരെ എല്ലാ സ്ഥലത്തും ജയിക്കുമെന്ന് ഉറപ്പിച്ച് പ്രസംഗിക്കും. മാത്രമല്ല, ചില മഹാന്മാർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന രംഗം. വേറെ ഒരാളോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനൊരു വലിയ മരിച്ചുപോയി എന്നവർ അവകാശപ്പെടുന്ന ഒരു വലിയ അയാൾ പറഞ്ഞു തരേ ഒരു 3-4 വർഷം മുമ്പ് ഹുസൈൻ രണ്ടത്താണി ഇയാൾ നേരിൽ കാണുമ്പോൾ യാ MP എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം പിൽക്കാലത്ത് MP ആവുന്ന, അങ്ങനെ പറഞ്ഞു. അങ്ങനെ വിളിച്ചു പിൽക്കാലത്ത് MP ആകുമെന്ന്. ആ രീതിയിൽ MP ആകുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ പ്രചരണം. മാത്രമല്ല, ഈ പത്രത്തിൽ എഴുതിയ 1-2 വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. വളരെ വിശദമായി ഞാൻ വായിക്കാം. ഒരു സമൂഹത്തെ വേദനിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രകടമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്. പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ ബിരുദം വാങ്ങി ആ ബിരുദപ്പേരിൽ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരാള് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പരസ്യമായി രംഗത്ത് വന്നു. നിങ്ങൾക്കറിയാം. അയാളെ കൂട്ടുപിടിച്ചിട്ട് ആ പൊന്നാനിയിൽ മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാമെന്നവർ കരുതിയത്. എന്നിട്ട് ഈ മുഖപത്രത്തിൽ അയാളുടെ ഭാര്യയുടെ വേദന എഴുതിക്കൊണ്ട് സമൂഹത്തെ കരയിപ്പിക്കാൻ ചാനലിൽ തന്റെ ഭാര്യയെ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് വോട്ട് ചോദിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു. അയാളും അപകടകാരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയവരെ പോലെ തന്നെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടകാരിയനാണ്. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് എതിർപ്പില്ലല്ലോ. പക്ഷെ അയാൾ ചെയ്ത പ്രവർത്തനം എന്താ? ഒരു മുസ്ലിം പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ തന്റെ ഭാര്യയെ കൊണ്ടുവന്നിരുത്തിയിട്ട് കരയിപ്പിച്ച് ബാലോകരോട് വോട്ട് ചോദിക്കുന്ന ഏർപ്പാട്. എന്ത് പണ്ഡിതനാണ് അയാൾ? തമ്മാടിത്തം എന്നല്ലേ നാടൻ ഭാഷയിൽ ഇതിനെ കുറിച്ച് പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പദ്ധതി പറഞ്ഞെന്താ? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്ത്രീയുടെ നൊമ്പരങ്ങൾ ഇത്രയും വലിയ പ്രതിഷേധ വോട്ടുകളായി മാറുന്നത്. എത്രകാലം പ്രതിഷേധ വോട്ടായത്? ഇതിനെ പറയുന്നു നേരത്തെ തീരുമാനിച്ചിരിക്കുക ജയിക്കുന്നവർക്ക് ഉറപ്പായിരുന്നു, 100% ഇവർക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുന്നു. അതെ, സൂഫിയ മഅദനിയുടെ വേദനകൾക്ക് പൊന്നാനിയുടെയും മലപ്പുറത്തിന്റെയും സ്നേഹ സാന്ത്വനങ്ങളുണ്ട്. BJP പോലും ചെയ്യാൻ അറക്കുന്ന കാര്യങ്ങളായി പോയി മുസ്ലിം ലീഗും ചന്ദ്രികയും സൂഫിയോടും കുടുംബത്തോടും ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയമായി. വോട്ടർമാരായ പെൺകുട്ടികളുടെ വരെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച സംഭവമാണ് സൂഫിയക്കെതിരെ UDF അഴിച്ചുവിട്ട നിന്ദ്യവും മനുഷ്യത്വരഹിതവുമായ കുപ്രചരണങ്ങൾ. അതുകൊണ്ട് നാം തീരുമാനിച്ച പോലെ UDF തോറ്റു തൊപ്പിയിട്ടേ മതിയാവും. മൂപ്പരെന്നെ തൊപ്പിട്ട് വരാൻ തൊപ്പിട്ടില്ലല്ലോ. നോക്കൂ, മാറാടിന്റെ തീവ്ര വേദനകൾ മായ്ക്കാൻ ലീഗ് എന്തു ചെയ്തു? അവരുടെ കണ്ണീരും കട്ടപ്പാടും തിരിച്ചറിയാനും സാന്ത്വനം നൽകാനും അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നതും അവരെ സഹായിച്ചതും മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. ഷെയ്ഖുന കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സുന്നി പ്രവർത്തകരായിരുന്നു. എവിടെയായിരുന്നു അവർ അഭയാർത്ഥി ക്യാമ്പ്? നമ്മൾ കണ്ടിട്ടില്ല. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇതായിരിക്കുന്ന നേതാക്കൾക്കറിയാം, അരിയും തുണിയും ശേഖരിച്ചുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ ആ പ്രദേശത്തെ മാറാട്ട പാവപ്പെട്ട അഭയാർത്ഥി ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ അവരെ സംരക്ഷിച്ചിരുന്ന ആരാണ് എന്ന് സമൂഹത്തിനറിയാം. അവർക്ക് ക്യാമ്പ് ഒരുക്കി കൊടുത്തിരുന്ന ആരാണെന്ന് സമൂഹത്തിനറിയാം. ഇവരുടെ മുഖപത്രത്തിൽ ഇവരെഴുതിയതോ വിശദമായി എഴുതിയിട്ട് ജയിക്കുമെന്ന 100% ഉറപ്പിന്റെ പേരിൽ എഴുതുന്നു. പൊന്നാനിയിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വൻ ലീഡിൽ ജയിക്കുമെന്ന AICC നിരീക്ഷകരുടെ റിപ്പോർട്ട്. ഒരു നിരീക്ഷണം വരാനുണ്ടായി, സ്വന്തം നിരീക്ഷണം. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. എന്നിട്ട് പിന്നെ പറയുന്നത് നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ സഖ്യകക്ഷികളുടെ പ്രകടനങ്ങളെക്കുറിച്ചും വിലയിരുത്തലുണ്ടെന്നാണ് അറിയുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ മെച്ചപ്പെട്ടതാണെന്നും മുസ്ലിം ലീഗിനെ കുറിച്ച് മികച്ച അഭിപ്രായമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും പ്രസ്തുത റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു.
ആ രീതിയിൽ സ്വന്തം റിപ്പോർട്ട് ഇങ്ങനെ പഠിച്ചുണ്ടാക്കി. എന്നിട്ട് പറയുന്നു ഡോക്ടർ ഹുസൈൻ കണ്ടത്താണി 68,000-നും 72,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ എഴുതിയിട്ട് അവസാനം എഴുതുന്നു, മഞ്ചേരിയിലും കുറ്റിപ്പുറത്തും തിരൂരിലും കണക്കിന് കൊടുത്തിട്ടും പഠിക്കാൻ തയ്യാറില്ലാത്ത ഒരു പാർട്ടിയെ നല്ലത് പഠിപ്പിക്കാനുള്ള അവസരമാണ്. ഇത് സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ ഓർമ്മിച്ച് വോട്ട് കുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. കണ്ണീര് കുടിച്ച പണ്ഡിതന്മാരുടെ സങ്കടങ്ങൾ തീർപ്പുണ്ടാക്കുന്ന മത്സരമാണ്. അടിയും ഇടിയും തൊഴിയും കൊണ്ട് തലയും തൊലിയും പോയ നിരപരാധർ വിധി പറയുന്ന മത്സരമാണ്. ഓർത്തുവെക്കുക, കണക്കുകൾ പിഴക്കാതെ ചൂണ്ടുവിരൽ പ്രയോഗിക്കുക. എല്ലാ കണക്കും പഠിച്ചു ഇത്ര കൃത്യമായി വളരെ വിശദമായി ലേഖനം എഴുതിയെന്ന് മാത്രമല്ല, ഇതിന്റെ മറുപുറത്ത് അതിനേക്കാൾ പ്രധാനം സുന്നി പ്രവർത്തകർക്കെതിരെ തെറ്റായ പ്രചരണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുകളിൽ ഇതാ അത്ഭുതങ്ങൾ വിരിച്ച കൈ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വോട്ടർ ഹുസൈൻ കണ്ടത്താണി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയാണ്. വാങ്ങിപ്പെട്ടുപോയി. ഇനി ദുനിയാവുന്ന ആൾ വാങ്ങൂല. അനുഗ്രഹം കൊടുക്കണമെങ്കിൽ ആദ്യം കയ്യിൽ അനുഗ്രഹം വേണ്ടേ? ആ അനുഗ്രഹം വാങ്ങുന്ന പണം വെച്ചിട്ടാ കൊടുത്തത്. അഹമ്മദ് വിരുദ്ധ വികാരം മലപ്പുറത്ത് ലീഗ് കോട്ട ഉലയുമെന്ന് പറഞ്ഞിട്ട് അഹമ്മദിനെതിരെ നീണ്ട ലേഖനം. അങ്ങനെ അഹമ്മദിനെ കുറിച്ച് എഴുതുന്നു. ഇതിനെല്ലാം പുറമെ മണ്ഡലത്തിലെ വിജയപരാജയങ്ങളെ തീരുമാനിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് TK ഹംസക്ക് ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണ. അപ്പൊ ഇവര് ജമാഅത്തിലേക്ക് ഇത്രയും സ്വാധീനം ഉണ്ടെന്ന് ഇവരെന്നെ സമ്മതിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ഇവരെന്നെ സമ്മതിക്കണം. LDF-നോട് ആഭിമുഖ്യം പുലർത്തുന്ന മറ്റ് മുസ്ലിം മതസംഘടനകളുടെ സഹായം കൂടി ലഭിച്ചാൽ ഒരിക്കൽ കൂടി മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ ചെങ്കൊടി പാറും. ഒരിക്കൽ കൂടി മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ ചെങ്കൊടി പാറും സ്വപ്നം കാണും. വളരെ വിശദമായ ലേഖനങ്ങൾ. വീണ്ടും എന്തൊക്കെ എഴുതിയിരിക്കുന്നത്. ഒരു പത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിൽ എഴുതിയ വാചകങ്ങൾ നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ അല്പാൽപ്പം വായിക്കാം. അവരുടെ മനക്കോട്ട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അവരെന്താ മനസ്സിൽ വെച്ചത്? 2004 തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ UDF പരാജയപ്പെട്ടത് ഇവരെ കൊണ്ടാണെന്ന് ഇവരുടെ ചില അണികൾ വിശ്വസിച്ചു പോയി. നിരന്തരമായ പ്രചരണം. ആ നിരന്തരമായ പ്രചരണമാണ് ശരിക്കുണ്ടായത്. നോക്കൂ നിങ്ങൾ, ഇതിൽ പറയുന്ന പൊന്നാനിയിലെ വോട്ടർമാർ ഇന്നിതാ പൊന്നാനി മണ്ഡലം ലീഗിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും വേദനകൾ അറിയുന്ന കൈകളിലേക്ക് വിനയത്തോടെ സമർപ്പിക്കാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുകയാണ്. ആ നീക്കത്തിന്റെ രംഗം അവതരിപ്പിക്കാം. ലീഗ് ഗുണ്ടകളുടെ കുത്തേറ്റ് കുഞ്ഞു കുണ്ടൂർ കവലയിൽ മരിച്ചു വീണതിന്റെ പിറ്റേന്ന് ചന്ദ്രിക സംഭവം റിപ്പോർട്ട് ചെയ്തു. സഹോദരിമാരെ, ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് ഇതാ ഇങ്ങനെയായിരുന്നു: കൊലവിളി നടത്തിയ